സ്പോർട്സ് കൗൺസിലിനെ വിമർശിച്ച ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി യു ഷറഫ് അലി. അഞ്ജു വിവരക്കേട് വിളമ്പരുതെന്ന് പറഞ്ഞ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ ബംഗളൂരുവിൽ അക്കാദമി തുറന്നയാളാണ് കേരളത്തെ വിമർശിക്കുന്നതെന്നും പരിഹസിച്ചു. കേരളത്തിലെ കായിക വകുപ്പിനെയും കായിക മന്ത്രി വി അബ്ദുറഹ്മാനെയും രൂക്ഷമായി വിമർശിച്ചാണ് ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് രംഗത്തെത്തിയത്. കേരളത്തിൽ സ്പോർട്സിനെ അവഗണിക്കുകയാണെന്നും സ്പോർട്സ് കൗൺസിൽ പ്രവർത്തനരഹിതമാണെന്നും അഞ്ജു വിമർശിച്ചു. എനിക്ക് തോന്നുന്നു നമ്മള് ഭയങ്കരമായിട്ട് സ്പോർട്സിനെ അവഗണിച്ചു കഴിഞ്ഞു. കേരള സ്പോർട്സ് കൗൺസിലാണെങ്കിലും സ്പോർട്സ് കൗൺസിലിൻ്റെ ഹോസ്റ്റലുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാം ഒരുമാതിരി നിന്നുപോയൊരവസ്ഥയാണ്. നമ്മളൊരു സ്പോർട്സ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ ആ പൊസിഷൻ എടുക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ നിന്ന് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം. അഞ്ജുവിന്റെ വിമർശനത്തിന് ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷന്റെ മറുപടി. ബംഗളൂരുവിലിരുന്ന് കേരളത്തിലെ കാര്യങ്ങൾ പറയുന്ന അഞ്ജുവിന്റെ നിലപാടിനെ യു ഷറഫ് അലി കടന്നാക്രമിച്ചു. ഒരു കായിക താരം എന്നുള്ള നിലക്ക് കേരളത്തിന്റെ യഥാർത്ഥ കായിക പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വിവരക്കേട് വിളമ്പരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ അക്കാഡമി എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. കേരളത്തിനോട് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ അക്കാഡമി കേരളത്തിലല്ല നടത്തേണ്ടത്. അഞ്ജു സ്പോർട്സ് കൗൺസിലിന്റെ അധ്യക്ഷയായിരുന്നപ്പോഴുണ്ടായിരുന്ന അവസ്ഥയല്ലെന്നും കേരളത്തിൽ കായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നും ഷറഫ് അലി. ഫുട്ബോൾ ഉൾപ്പെടെയുള്ള വോളിബോൾ ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ കേരളം ചാമ്പ്യന്മാരാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ചാമ്പ്യന്മാരാണ്. നാഷണൽ ഗെയിംസോ സന്തോഷ് ട്രോഫിയോ ഒക്കെ എടുത്തു നോക്കിയാൽ മികച്ച ടീമാണ് കേരളത്തിന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വോളിബോൾ എടുത്തു നോക്കൂ, വുമൺ മെൻ ഒന്നുകിൽ ചാമ്പ്യന്മാർ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം. ഈവൻ ബാസ്കറ്റ്ബോൾ എടുത്തു നോക്കൂ, നെറ്റ്ബോൾ എടുത്തു നോക്കൂ. ഇങ്ങനെ മികച്ച കായിക ഇനങ്ങളിലൊക്കെ തന്നെ കേരളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അനസ് എടുത്തടിക്കും റെനോയ്ക്കും നിയമനം ലഭിക്കാത്തതിൽ വിശദീകരണം ഇങ്ങനെ: കളിക്കുന്ന കാലത്ത് അപേക്ഷ നൽകിയില്ല എന്നുള്ളൊരു പോരായ്മ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. കളിക്കുന്ന കാലത്ത്, കളിയിൽ സജീവമായി നിൽക്കുന്ന കാലത്ത് ജോലിക്ക് ശ്രമിച്ചില്ല എന്നുള്ളൊരു പോരായ്മ അവരുടെ ഭാഗത്തുണ്ട്. അതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. തീർച്ചയായിട്ടും കളി നിർത്തിയിട്ടുള്ള കായിക താരങ്ങൾക്ക് ജോലി ലഭിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ജോലിക്ക് ലഭിക്കുന്നുള്ള കായിക രംഗത്ത് ജോലി ലഭിക്കുന്നുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കറക്റ്റാണ്. മാനദണ്ഡങ്ങൾ മാറ്റണം. അത് മാറ്റി. പക്ഷെ മാറ്റിയതിന് മുൻകാല പ്രാബല്യം കൊടുക്കുക എന്ന് പറയുന്ന ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല. കായിക താരങ്ങൾക്ക് പരമാവധി പിന്തുണ നൽകുന്നുണ്ടെന്നും പോരായ്മകൾ പരിഹരിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും യു ഷറഫ് അലി വ്യക്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.